ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ തേർഡ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്നത് ഇവർ രണ്ടുപേരും നേരത്തെ, അതായത് ഒരു സെക്കൻഡ് എപ്പിസോഡിൽ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരെ ചേസ് ചെയ്യുന്ന ആ ഒരു സീനില്ലേ, അതാണ് കേട്ടോ കാണിക്കുന്നത്. അതേ നമ്മുടെ ഷാവോ ഓടിച്ചിരുന്ന കാറിൻ്റെ നേരെ ഫ്രണ്ടിലേക്ക് ഒരു വൈറ്റ് കാർ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അതിലുണ്ടായത് വേറെ ആരുമല്ല, നമ്മുടെ ബോക്സിംഗ് റിങ്ങിലുണ്ടായിരുന്ന സെയിം ആൾ തന്നെയാണ്. അപ്പോൾ അയാൾ നമ്മുടെ ഷാവോനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്, ഇന്ന് നിന്നെ ഞാൻ കൊല്ലും എന്ന രീതിയിലൊരു ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോൾ നമ്മുടെ മൂമൂനാണെങ്കിൽ നന്നായിട്ട് പേടിയാവുന്നുണ്ട്. ഷാവോനാണെങ്കിൽ നന്നായിട്ട് കാർ റേസിങ്ങും അറിയാം. അതുകൊണ്ട് തന്നെ നൈസായിട്ട് അവനെ മാറ്റി അതിനിടയിലൂടെ അവൻ കാർ എടുത്ത് ഫ്രണ്ടിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്ന ടൈമിൽ ഷാവോ പെട്ടെന്ന് തന്നെ മുമുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് നാവിഗേറ്റർ എന്താണെന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എൻ്റെ ഈ ഒരു നാവിഗേറ്റർ ആരാ എന്നൊരു ക്വസ്റ്റ്യൻ കേട്ടതും ഇവൾ ചൈൽഡ്ഹുഡിലത്തെ ഒരു കാര്യം ആലോചിക്കുകയാണ് കേട്ടോ. അതായത് ഇവളുടെ അച്ഛൻ ഇവർക്ക് രണ്ടു പേർക്കും ഈ കാർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ഒരു കാർ റേസ് ചെയ്യുന്ന ആൾക്ക് കാറിൻ്റെ കണ്ടീഷനെക്കുറിച്ചും റോഡിൻ്റെ കണ്ടീഷനെക്കുറിച്ചും ഒരുപോലെ ശ്രദ്ധയുണ്ടായിരിക്കണം എന്നിങ്ങനെ പറയുകയാണ്. അച്ഛൻ നമ്മുടെ കുഞ്ഞു മൂമുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്നത്തെ നാവിഗേറ്റർ നീയാണ്, പാസഞ്ചർ സീറ്റിൽ കയറിയിരിക്കുമെന്ന് പറയാണ്. അച്ഛൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇവള് അച്ഛൻ്റെ തൊട്ടപ്പുറത്ത് പാസഞ്ചർ സീറ്റിൽ ഇരുന്നിട്ട് ആ റൂട്ടും വഴിയും അതുപോലെ റോഡിൽ എന്തൊക്കെ ഓബ്സ്റ്റക്കിൾസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു നാവിഗേറ്ററിൻ്റെ ഒരു ജോബ് എന്ന് പറയുന്നത് അതാണ്. അതായത് നമ്മുടെ ഗൂഗിൾ മാപ്പിലുള്ളതുപോലെ തന്നെ ഒരു റോഡ് ഉണ്ടെങ്കിൽ ആ റോഡിൽ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടോ, ബ്ലോക്ക് ഉണ്ടോ, ട്രാഫിക് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുക. മൂമു എന്നിട്ട് ഷാവോനോട് പറയുന്നുണ്ട്, എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയാണ്. ഷാവോ പെട്ടെന്ന് തന്നെ അവൻ്റെ ഫോൺ നമ്മുടെ മൂമുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഫോണിൻ്റെ പാസ്വേഡ് 1120 ആണ്, അത് വേഗം ഓപ്പൺ ചെയ്തിട്ട് അതിലൊരു ഡിജിറ്റൽ ആപ്പ് ഉണ്ട്, ആ ആപ്പ് ഓപ്പൺ ചെയ്യണം, അതിലൊരു ഗ്രൂപ്പ് ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഗ്രൂപ്പ് ലൊക്കേഷൻ്റെ അവിടേക്കുള്ള ഡിറക്ഷൻ എനിക്ക് പറഞ്ഞുതരാൻ പറയാണ്. മൂമു നല്ല രീതിയിൽ ഡിറക്ഷൻ പറഞ്ഞു കൊടുക്കുന്ന കാരണം നമ്മുടെ ഷാവോന് നല്ല സ്പീഡിൽ പോകാനും പറ്റുന്നുണ്ട്. അന്നേരം ഇവരെ പുറകിൽ ചേസ് ചെയ്തിരുന്ന ഒരു യെല്ലോ കാറ് വേറൊരു സ്ഥലത്ത് പോയിട്ട് ക്രാഷ് ആവുകയാണ്. ഈ കാറ് ക്രാഷ് ആവുന്നതൊക്കെ മൂമു കണ്ണാടിയിലൂടെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അല്ല ആ കാറിലുള്ള ആൾക്ക് എന്തെങ്കിലും പറ്റുമോ, നമുക്ക് പോയി നോക്കണ്ടേ, വേഗം വണ്ടി തിരിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, അതിലുള്ള ആൾക്കൊന്നും പറ്റില്ല, നീ ടെൻഷൻ അടിക്കണ്ട, നീ ഡിറക്ഷൻ പറഞ്ഞതാന്ന് പറയാണ്. അങ്ങനെ മൂമു നല്ലൊരു നാവിഗേറ്റർ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ആ ഒരു ഗ്രൂപ്പിൻ്റെ ലൊക്കേഷനിലേക്കാണ് ഇവരെത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ തൊട്ട് പുറകെ തന്നെ മറ്റേ ആ ഒരു ഓപ്പോസിറ്റ് ബോക്സിങ്ങിലുണ്ടായിരുന്ന ആളില്ലേ, അയാളും വരുന്നുണ്ട് കാറിൽ. ഇടയ്ക്ക് വെച്ച് ഷാവോ ഒരു റൈറ്റിലേക്കുള്ള ഒരു ടേൺ എടുത്ത് പെട്ടെന്ന് കട്ട് ചെയ്ത് കയറുകയാണ് കേട്ടോ. ഷാവോനെ ചേസ് ചെയ്ത് വൈറ്റ് കാറിൽ പുറകെ വന്ന ആൾക്ക് ജസ്റ്റ് ഒന്ന് ഇവരെ മിസ്സാവുകയാണ്. അവൻ തിരിച്ചു വരുമ്പോഴേക്കും ഇവർ ഇതിനുള്ളിലൂടെ വേറൊരു സ്ഥലത്തേക്ക് എത്തുകയാണ്. വൈറ്റുകാർ ഇതേ വളഞ്ഞ് ഇവർ നേരത്തെ വന്ന ആ ഒരു ഇതിൻ്റെ അകത്തേക്ക് കയറുകയാണ് കേട്ടോ. വൈറ്റുകാർ ഇതിനകത്തേക്ക് കയറിയ ഉടനെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മുടെ ഷാവോൻ്റെ കാറ് വരികയാണ്. അതായത് ഷാവോ നമ്മുടെ വൈറ്റ് കാറിനെ ഒന്ന് പറ്റിച്ചു, അത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ ഷാവോൻ്റെ കാർ നേരെ ചെന്ന് കയറുന്നത് ഇപ്പോൾ സ്ട്രീറ്റ് റേസിംഗ് നടക്കുന്ന ആ ഒരു ഇതിലേക്കാണ് കേട്ടോ. അപ്പോൾ വേറൊരു സ്ട്രീറ്റ് റേസർ പറയുന്നുണ്ട്, അല്ല ഇന്ന് ഇവൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെന്തിനാണ് അവ പെട്ടെന്ന് നിന്ന് വന്നേ പറഞ്ഞിട്ട് ഇവൻ നല്ല രീതിയിൽ കാറ് റേസ് ചെയ്യാണ്. ഷാവോ മൂമുവിനോട് പിടിച്ചിരിക്കാൻ പറയുന്നുണ്ട്, കാരണം ഇപ്പോൾ നടക്കുന്നത് ഒറിജിനൽ ആയിട്ടുള്ള ഒരു റേസിംഗ് ആണ്, ഇല്ലീഗലാണെങ്കിലും റേസിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ ഇവൻ്റെ കൂടെയുള്ള എല്ലാ കാറിലുള്ള റേസേഴ്സും നല്ല പ്രൊഫഷണൽ റേസേഴ്സാണ്. ഷാവോ എന്നിട്ട് മൂമുവിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അതായത് ഒരു വളവുണ്ട്, ആ വളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഷാവോ 5 തൊട്ട് താഴേക്ക് ഇടും, ഒന്നിലെത്തിക്കഴിഞ്ഞാൽ ഇവളോട് സ്റ്റിയറിംഗ് മുറുക്കെ പിടിക്കണം എന്ന് പറയാണ് കേട്ടോ. എന്തായാലും ഈ ഒരു മൊമെൻറ്റിൽ നമ്മുടെ മൂമു ഷാവോനോട് കുറേ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ച് കൺഫ്യൂഷൻ ഒന്നും ആക്കുന്നില്ല കേട്ടോ. അവൻ പറഞ്ഞ പോലെ അനുസരിക്കുന്നുണ്ട്. ഒരു പോയിന്റ് എത്തുമ്പോൾ അവൻ അവിടെ നിന്ന് 5 തൊട്ട് കൗണ്ട് ചെയ്യാണ്. കറക്റ്റായിട്ട് അവൻ കാറിൻ്റെ സ്റ്റിയറിംഗിൽ നിന്ന് പിടിവിടുകയാണ്. അപ്പോൾ തന്നെ ഇവള് കയറിയിട്ട് ആ ഒരു സ്റ്റിയറിംഗ് പിടിക്കുന്നുമുണ്ട്. പുറത്ത് ഒരു കവർ തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ ഈ റേസിൽ ജയിക്കണമെങ്കിൽ ആ കവർ എടുക്കണം, ആ കവർ എടുക്കുന്ന ആളായിരിക്കും ഈ ഒരു റേസിൽ ജയിക്കുക. അപ്പോൾ സ്റ്റിയറിംഗ് നമ്മുടെ മൂമു പിടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഷാവോ പെട്ടെന്ന് തന്നെ ആ കവർ എടുക്കുകയാണ്. മൂമുവിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ ഉണ്ടായി എന്ന് മനസ്സിലാവാൻ പോലും പറ്റുന്നില്ല, അത്രയ്ക്ക് അവൾ ഞെട്ടിപ്പോയിരുന്നു ഇതൊക്കെ കണ്ടിട്ട്. അപ്പോൾ ദേ ഇന്നത്തെ കാർ റേസിങ്ങിൽ നമ്മുടെ ഷാവോ ജയിച്ചു. ഷാവോ ഇന്ന് ഈ ഒരു കാർ റേസിങ്ങിന് വരില്ല എന്ന് പറഞ്ഞതാണ്, പക്ഷേ മറ്റേ ആൾക്കാർ കാരണം ഇവൻ ഇതിലേക്ക് വന്നു പോയതാണ്. നമ്മുടെ ഷാവോൻ്റെ കാർ കണ്ടപ്പോൾ തന്നെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ കൈയടിക്കുകയാണ് കേട്ടോ. കാറിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ ഷാവോ നമ്മുടെ മോമോൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെയുള്ള ആരോടും ഒന്നും സംസാരിക്കാൻ പോകണ്ട, എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്ന് പറയാണ്. ഷാവോ എന്നിട്ട് കാറിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റേസിങ്ങിൻ്റെ ലീഡർ ചോദിക്കുകയാണ്, അല്ല നീ ഇന്ന് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്തേ ഇന്ന് റേസിങ്ങിന് വന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഷാവോ നല്ല കൂളായിട്ട് പറയുന്നുണ്ട്, ഓ ഞാനൊന്ന് വരണമെന്ന് വിചാരിച്ചതൊന്നുമല്ല, പക്ഷേ ആ ഒരു കുട്ടിപ്പട്ടാളങ്ങൾ കാരണം ഞാനതിൽ വന്ന് കയറിപ്പോയതാണെന്ന് പറയാണ്. അപ്പോഴാണ് മൂമു നമ്മുടെ ഷാവോൻ്റെ അടുത്തേക്ക് ആ ഒരു കവറുമായിട്ട് വരുന്നത് കേട്ടോ. ഷാവോ ആണെങ്കിൽ അപ്പം തന്നെ ആ ഒരു കവർ വാങ്ങി നമ്മുടെ ലീഡറിൻ്റെ അടുത്തേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. ലീഡറാണെങ്കിൽ കവറൊക്കെ വാങ്ങി വയ്ക്കുന്നുണ്ട്, പക്ഷെ ആൾ കുറച്ച് ദേഷ്യത്തിലാണ്. കാര്യം വേറെ ഒന്നുമല്ല, അവൻ പറയുന്നത് ഇവിടുത്തെ ഒരു റൂളാണ് ഔട്ട്സൈഡേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നുള്ളത്, എന്നിട്ട് നീ തന്നെ അത് തെറ്റിച്ചു എന്ന് പറയാണ്. മൂമൂനെ ഇവിടെ കണ്ട എൻ്റെ ദേഷ്യമാണ് അങ്ങേർക്കുള്ളത്.
ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഷാവു ആണെങ്കിൽ മൂമൂനെ അങ്ങോട്ട് ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, "അതിന് ഇവൾ ഔട്ട്സൈഡർ ആണെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇവൾ ഔട്ട്സൈഡർ ഒന്നല്ല. ഇവൾ എൻ്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന്" പറയാണ്. ഇവൾക്ക് തന്നെ ഇപ്പോൾ ഭയങ്കര സംശയം. ഞാൻ രാത്രിയൊന്നും ഇവളുടെ കൂടെ ഇരിക്കുന്നില്ല. അപ്പം ഞാൻ ഇവളെ ചീറ്റ് ചെയ്യുകയാണെന്ന് ഇവൾക്ക് നല്ല ഡൗട്ടുണ്ട്. ഇന്ന് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇവൾ നാളെ ഞാനുമായിട്ട് ബ്രേക്കപ്പ് ചെയ്തേനെ. അതുകൊണ്ടാണ് ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് പറയാണ്. ഇന്നത്തെ വിന്നർ ഷാവു ആയതുകൊണ്ട് തന്നെ നമ്മുടെ ലീഡർ ഷാവുവിന് അവൻ്റെ പ്രൈസ് മണി കൊടുക്കുകയാണ് കേട്ടോ. ഷാവു എന്നിട്ട് ഈ ലീഡറിൻ്റെ അടുത്തും ബാക്കിയുള്ളവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് ഇവൻ്റെ കൂടെ ഈ ഒരു റേസിങ്ങിനുണ്ടായിരുന്ന മറ്റേ ആൾ വരുന്നത് കേട്ടോ. അവനാണെങ്കിൽ നേരിട്ട് വന്നിട്ട് നമ്മുടെ ഷാവുവിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, "ബ്രാൻഡി, നിൻ്റെ ഈ നാവിഗേറ്ററിൻ്റെ വില എത്രയാണ്?" ചോദിക്കുകയാണ്. ഷാവു ആണെങ്കിൽ അപ്പം തന്നെ പറയുന്നുണ്ട്, "ഷീസ് പ്രൈസ്ലെസ്" എന്ന് പറയാണ്. മൂമൂൻ്റെ ചുറ്റുമുള്ളവരാണെങ്കിൽ മൂമൂൻ്റെ അടുത്ത് "യു ആർ സോ ബ്യൂട്ടിഫുൾ" എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൂമൂനാണെങ്കിൽ മൊത്തത്തിൽ ചിലപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് തൊലി ഉറിഞ്ഞു പോകുന്ന പോലെ തോന്നുന്നുണ്ടാവും. മൂമു അപ്പോൾ ഇവനോട് പറയുന്നുണ്ട്, "എനിക്ക് നന്നായി തണുക്കുന്നുണ്ട്, ഐ ആം സോ കോൾഡ്" എന്ന് പറയാണ്. ഇതിനൊരു മറുപടിയായിട്ട് അവൻ കൈ രണ്ടും ഉയർത്തി കാണിക്കുക. അതായത് ഹഗ് ചെയ്യാനുള്ള ഒരു ആക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ ഹഗ് ചെയ്യണോ ഹഗ് ചെയ്യണ്ടേ എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അവൻ പെട്ടെന്ന് തന്നെ ഇവളെ ചേർത്ത് നിർത്തി ഹഗ് ചെയ്യാണ് കേട്ടോ. കൂടുതൽ നേരം ഇത് ആലോചിച്ച് നിൽക്കാൻ പറ്റില്ലല്ലോ ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ. ഷാവു വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, "എൻ്റെ ഗേൾ ഫ്രണ്ട് നന്നായി തണുക്കുന്നുണ്ട്, ഞാൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്" പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി കാറിൽ കയറുകയാണ്. അങ്ങനെ ഇവർ പോകുന്നതിൻ്റെ പുറകെ എല്ലാവരും തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. എല്ലാവരും അവരവരുടെ കാറിൽ കയറി പോവുകയാണ് കേട്ടോ. അവളാണെങ്കിൽ കാറിൽ കയറിയ ഉടനെ തന്നെ അവൻ്റെ ഫോൺ എടുത്ത് അവന് തിരിച്ചു കൊടുക്കുകയാണ്. അവൻ എന്നിട്ട് കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഒരു സ്ഥലത്ത് കാറ് പാർക്ക് ചെയ്യാണ്. കാറ് സൈഡാക്കി കഴിഞ്ഞിട്ട് അവന് കിട്ടിയ ഒരു പ്രൈസ് മണി ഉണ്ടല്ലോ, അത് അവൾക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, "നീ ഇത് ഓപ്പൺ ചെയ്ത് നോക്ക്" എന്ന് പറയാണ്. അവൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിൽ കുറേ ക്യാഷ് ഉണ്ട്. അപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്, "നീ ക്യാഷിന് വേണ്ടിയിട്ടാണോ ഇതിന് വരുന്നതെന്ന്" ചോദിക്കുക. അപ്പോൾ അവൻ പറയുന്നുണ്ട്, "വേറെ എന്തിനു വേണ്ടിയിട്ട് ഇതിനൊക്കെ ആൾക്കാർ പോകുന്നത്? ക്യാഷിന് വേണ്ടി തന്നെയാണ്, എന്തേന്ന്" ചോദിക്കുകയാണ്. മൂമൂനാണെങ്കിൽ നല്ല പേടിയുണ്ട്. അതായത് ആ ഒരു യെല്ലോ കാർ ക്രാഷ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരാരെങ്കിലും ഇത് പോലീസിൽ അറിയിക്കുമോ? പോലീസ് ഇവരെ ട്രാക്ക് ചെയ്യുമോ? ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് അവൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവൾ പെട്ടെന്ന് തന്നെ ഇത് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, "ഒന്നും ഉണ്ടാവാൻ പോണില്ല. നീ പേടിക്കണ്ട" എന്ന് പറയാണ്. ഷാവു ആണെങ്കിൽ ഇവിടെ തന്നെയുള്ള ഒരാളാണ്. അപ്പോൾ അവനറിയാം എവിടെയൊക്കെയാണ് സർവൈലൻസ് ക്യാമറ ഉള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് അവൻ ഡ്രൈവ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് നമ്മുടെ ഷാവുവിന് ഉറപ്പാണ്. അവൾ ദേഷ്യം വന്നിട്ട് കാറിൻ്റെ ഡോർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. എന്നിട്ട് ഷാവുവിനോട് ചോദിക്കുകയാണ്, "അതായത് ഇത്രയും റിസ്കി ആയിട്ട് ജീവിക്കണോ? എന്തെങ്കിലും സംഭവിച്ചാലോ? ഇന്നൊന്നും സംഭവിച്ചില്ല. പക്ഷെ നാളെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ? ക്യാഷിന് വേണ്ടിയിട്ട് ഇത്രയും റിസ്ക് ആയിട്ട് ലൈഫ് കൊണ്ടുപോകണോ? ഇതിൻ്റെ ആവശ്യമുണ്ടോ?" എന്ന് ചോദിക്കുകയാണ്. മൂമു ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഷാവുവിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മൂമൂൻ്റെ അച്ഛൻ്റെ പേര് തന്നെയാണ് നമ്മുടെ ഷാവോ വിളിക്കുക. ജിൻഷിൻ എന്ന് തന്നെയാണ് മൂമൂൻ്റെ അച്ഛനെ ഷാവോ വിളിക്കുക. ഷാവോ എന്നിട്ട് മൂമൂനോട് പറയുന്നുണ്ട്, "നിനക്കൊരു കാര്യം അറിയില്ല. അത് നിനക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. തായ്ലൻഡിലേക്ക് ഫസ്റ്റ് നിൻ്റെ അച്ഛനും ഞാനും കൂടി വന്നപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ കിടക്കാൻ ഒരു സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ റെൻറ്റ് ചെയ്തത് ഒരു ബേസ്മെൻ്റ് ആയിരുന്നു. അവിടെ വെളിച്ചം ഉണ്ടായിരുന്നില്ല, കതകും ഉണ്ടായിരുന്നില്ല. രാത്രിയും പകലൊക്കെ ഏകദേശം ഒരുപോലെയായിരുന്നു. നല്ല ഇരുട്ടായിരുന്നു. മാത്രമല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കാൽമുട്ട് വരെ വെള്ളം നിൽക്കുമായിരുന്നു ആ ബേസ്മെൻറ്റിനകത്ത്. ചത്ത എലിയൊക്കെ പൊന്തി കിടക്കുന്നുണ്ടാവും വെള്ളത്തിൽ. ഞങ്ങൾ 2 മേശയൊക്കെ ഒരുമിച്ചിട്ടിട്ടാണ് ഞങ്ങൾ അതിന് മേലെ കിടന്നിരുന്നത്. ഞങ്ങളുടെ ഡ്രസ്സ്, ബാഗ്, കിടക്കണ പായ, പഠിക്കണ ബുക്സ് അങ്ങനെ എല്ലാം തന്നെ ഈ വെള്ളത്തിൽ കുതിർന്ന് കിടക്കുമായിരുന്നു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ ആ വെള്ളമൊക്കെ ബക്കറ്റിലാക്കിയിട്ട് കോരിക്കളയും. അങ്ങനെ ഇതുതന്നെയായിരുന്നു റിപ്പീറ്റഡ് ആയിട്ട് ബേസ്മെൻറ്റിൽ ഉണ്ടായിരുന്നപ്പോൾ ജീവിതം. ഇതിനിടയ്ക്ക് ഇവളുടെ അച്ഛൻ ഒരാൾ കാശ് വാങ്ങിയിട്ട് ജോലി തരാമെന്ന് പറഞ്ഞ് പറ്റിക്കുകയും ചെയ്തു. ആ കാശ് തൊട്ട് തിരിച്ചും കിട്ടിയില്ല. അതിനുശേഷം ഞങ്ങൾക്ക് ബേസ്മെൻറ്റും ഉണ്ടായിരുന്നില്ല റെൻറ്റിന്. സ്ട്രീറ്റിലും റോഡ് സൈഡിലും അണ്ടർഗ്രൗണ്ട് പാസേജിലൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കിടന്നിരുന്നത്. എന്നിട്ടും നീ പറയുകയാണോ മണി ഇമ്പോർട്ടൻ്റ് അല്ലാന്ന്? മണിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് അവൻ പറയാണ്. ഷാവു അവൻ്റെ ചൈൽഡ്ഹുഡിൽ ഇത്രയും പ്രോബ്ലംസ് ഫേസ് ചെയ്തതുകൊണ്ട് തന്നെ മണി ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവനറിയാം. ഷാവു എന്നിട്ട് മൂമൂൻ്റെ അടുത്തേക്ക് വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് പണ്ടത്തെ ബാക്കി കാര്യങ്ങൾ പറയാണ്. കുറേ കഴിഞ്ഞപ്പോൾ ഇവളുടെ അച്ഛന് ഒരു റെസ്റ്റോറൻറ്റിൽ ഷെഫായിട്ട് ജോലി കിട്ടി. ആ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഇപ്പോഴത്തെ വൈഫിനെ പരിചയപ്പെട്ടത്. ഇവളുടെ അച്ഛൻ്റെ ഇപ്പോഴത്തെ വൈഫിൻ്റെ പേര് മെയ്ജാൻ എന്നാണ് കേട്ടോ. മെയ്ജാൻ്റെ ഫസ്റ്റ് മാരേജ് ആണ്. ഇവളുടെ അച്ഛൻ്റെ ആണെങ്കിൽ സെക്കൻഡ് മാരേജും. രണ്ടുപേർക്കും കൂടിയിട്ട് ഒരുപാട് സാലറി ഒന്നുമില്ല. എങ്കിലും ഇവനെ മാക്സിമം നല്ല രീതിയിൽ നോക്കാൻ രണ്ടുപേരും ശ്രമിച്ചിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവളുടെ അച്ഛനും ഇപ്പോഴത്തെ വൈഫും ചേർന്നിട്ട് ഒരു ചെറിയ റെസ്റ്റോറൻ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിലത്തെ ഏർണിംഗ് ഒക്കെ വളരെ കുറവായിരുന്നു. അവർക്ക് റെൻറ്റ് പേ ചെയ്യാനുള്ള ആ ഒരു ഏർണിംഗ് മാത്രമേ കിട്ടുമായിരുന്നുള്ളൂ. ഇവൻ്റെ സ്കൂൾ ഫീസ് പോലും ഇവൻ്റെ അച്ഛനോട് ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമം വരുമായിരുന്നു. അത് കാരണം ഇവൻ ചോദിക്കില്ലായിരുന്നു. ഒരുപാട് സ്കൂൾ ഫീസൊന്നും വരില്ല, എങ്കിലും ഇവന് അവരോടത് ചോദിക്കാൻ ഭയങ്കര വിഷമമായിരുന്നു. മാത്രമല്ല ഇവൻ്റെ ഇപ്പോഴത്തെ അനിയത്തിക്ക് ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സർജറി ചെയ്യണം അധികം വൈകാതെ. പിന്നെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ്സും ഭയങ്കര എക്സ്പെൻസീവാണ്. ഇവൻ എത്ര നാൾ വളർത്തി വലുതാക്കിയത് കൊണ്ട് തന്നെ ഇവൻ അവരെ ഇട്ട് പോകാനുള്ള ഒരു മനസ്സും ഇല്ല. മൂമൂന് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും അവൾ പറയുന്നത് ഇവൻ്റെ ലൈഫ് റിസ്കിലാക്കിയിട്ട് ഇങ്ങനെ ജീവിക്കേണ്ട ആവശ്യമില്ല, വേറൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ജോലി കണ്ടുപിടിക്കണം എന്നാണ്. മാത്രമല്ല നിന്നെക്കുറിച്ച് ആരും അന്വേഷിക്കാൻ വരില്ല എന്നുള്ളൊരു ചിന്ത നിനക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ വേണ്ട, ഞാൻ നിന്നെക്കുറിച്ച് റെഗുലറായി ചെക്ക് ചെയ്യും എന്ന് പറയാണ്.
ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഷാവോന് ദേഷ്യം വന്നിട്ട് ഇവളുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് റെഗുലറായി ചെക്ക് ചെയ്യാൻ നീ ആരാന്ന് ചോദിക്കുക. നീയും ഞാനും തമ്മിൽ എന്താ റിലേഷൻ? മാത്രമല്ല നിന്റെ സർനെയിം വരെ നീ മാറ്റി. നിന്റെ സർനെയിം നിനക്ക് ഓർമ്മയുണ്ടോ? ജിയാങ്. ജിയാങ് എന്നാണ് നിന്റെ സർനെയിം എന്ന് അവൻ നമ്മുടെ മൂമൂനോട് പറയാണ് കേട്ടോ. ഇവൻ്റെ ഈ ഒരു ദേഷ്യമൊക്കെ കാണുമ്പോൾ മൂമൂന് ഭയങ്കര വിഷമം വരുന്നുണ്ട്. മാത്രമല്ല മൂമു ഒരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇവന് ഇവളുടെ അമ്മേനോട് നല്ല ദേഷ്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവൻ ഇതുവരെ ഇവളെ കാണാൻ വരാതിരുന്നതെന്ന് ഇവൾ മനസ്സിലാക്കുകയാണ്. ഇത് ഇവളിവനോട് പറയുന്നുണ്ട്. നിനക്ക് അമ്മേനോടുള്ള ദേഷ്യമുള്ള കാരണമല്ലേ നീ വരാഞ്ഞേ ചോദിക്കുകയാണ്. ഇതിന് മറുപടിയായിട്ട് അവനൊന്നും പറയുന്നില്ല. അവളോട് നേരെ കാറിൽ കയറി ഇരിക്കാൻ പറഞ്ഞിട്ട് അവളെ കാറിൽ കയറ്റിയിരുത്തുകയാണ് കേട്ടോ. ഈ സമയത്താണ് ഷാവോന് ഒരു കോൾ വരുന്നത് കേട്ടോ. അവൻ ആ കോളെടുത്ത് സംസാരിച്ചതിന് ശേഷം ഇവളുടെ അടുത്ത് കാറിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, മെയ്ജാൻ വിളിച്ചു നമ്മളെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞെന്ന് പറയാണ്. അപ്പോൾ ഇവള് പറയാണ്, നീ എനിക്ക് പ്രോമിസ് തരണം, അതായത് നല്ലൊരു ജോലിക്ക് നീ പോവും, ഇപ്പോഴത്തെ ഈ പരിപാടികളൊക്കെ വിടും, ഈ ഒരു പ്രോമിസ് തന്നാൽ മാത്രമേ ഞാൻ നിൻ്റെ കൂടെ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറയാണ്. ഇവനാണെങ്കിൽ അത് കേട്ട വഴിക്ക് തന്നെ അവൻ്റെ ആ ഒരു സീറ്റൊക്കെ ബാക്കിലേക്ക് ഇറക്കിയിട്ട് കണ്ണടച്ച് ഉറങ്ങാൻ പോവുകയാണ് കേട്ടോ. അതായത് ഇതൊന്നും പെട്ടെന്ന് അങ്ങനെ നിർത്തി പോകാൻ അവന് പറ്റില്ല എന്ന് തന്നെയാണ് അവൻ ആ ഒരു ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലൊരു ജോലി കിട്ടി നല്ല രീതിയിൽ ഏൺ ചെയ്യണമെങ്കിലും ഇവന് നല്ല ക്വാളിഫിക്കേഷൻ ഇല്ല. അതുകൊണ്ട് ഇത് തന്നെയാണ് ബെറ്റർ എന്ന രീതിയിലാണ് ഇവൻ നിൽക്കുന്നത്. മോമു അപ്പോൾ അവനെ ഭയങ്കര സോഫ്റ്റായിട്ട് വിളിച്ചിട്ട് അവനോട് പറയാണ്, നമുക്ക് ചൈനയിലേക്ക് തിരിച്ചു പോവാം, നിന്നെ ഞാൻ നോക്കിക്കോളാം, എൻ്റെ കൂടെ നമുക്ക് ആ പഴയ വീട്ടിൽ താമസിക്കാം, നമ്മൾ ഒരിക്കലും സെപ്പറേറ്റ് ആയി പോവില്ല, എനിക്ക് നല്ല എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ, ഞാൻ നിന്നെ നോക്കിക്കോളാം, നിന്നെ സ്കൂളിലേക്കും വിടാം, എന്നിട്ട് നീ പഠിച്ചിട്ട് നീ നല്ല ജോലി വാങ്ങിയാൽ മതി, അപ്പോൾ നിനക്ക് സ്റ്റേബിളായിട്ട് ഈ ജോലിയാവും, നന്നായി ഏൺ ചെയ്യാനും പറ്റുമെന്ന് പറയാണ്. മാത്രമല്ല മൂമു കാനഡയിലേക്ക് പോകണില്ല, ഇവൻ്റെ കൂടെ ഒരുമിച്ച് ആ ഒരു വീട്ടിൽ നിൽക്കാമെന്നാണ് പറയുന്നത്. നമ്മുടെ ഷാവോനെ മൂമു പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നാണ് മൂമു പറയുന്നത്. ഷാവോന് അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റില്ല എന്ന് തന്നെ അവനവൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴുത്തിൽ ഈ ഗോൾഡ് ചെയിൻ ഇട്ട ആളുടെ പേര് വാൻ എന്നാണ് കേട്ടോ. വാനാണെങ്കിൽ നല്ല കലിപ്പിലാണ്. ബോക്സിംഗ് റിങ്ങിലും ഷാവോന് കിട്ടിയില്ല, കാർ റേസ് ചെയ്ത് പിടിക്കാനും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ വാന് ഇവനെ ഒരുപാട് ചീത്ത പറയാണ് കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ മൂമു ആണെങ്കിൽ കാറിലിരുന്ന് ഉറങ്ങിപ്പോയിട്ടോ. അപ്പോൾ അവൾക്ക് തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഷാവോ അവൻ്റെ ജാക്കറ്റൊക്കെ ഇവൾക്ക് മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മോമു കണ്ണു തുറന്നെഴുന്നേൽക്കുമ്പോൾ ഷാവോ അടുത്തില്ല. ഷാവോ കുറച്ച് നീങ്ങിയിരുന്ന് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മോമു അവൻ്റെ ജാക്കറ്റുമായിട്ട് മെല്ലെ അവൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ആ ജാക്കറ്റ് തിരിച്ചു കൊടുത്തൊരു താങ്ക്സ് പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതായത് ഇവളുടെ അച്ഛൻ വിളിച്ചു, ഇവളുടെ അമ്മ ഇവിടെ മാൻഷി എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതായത് തായ്ലൻഡിൽ ഇവരുടെ ഈ നാടിൻ്റെ പേര് മാൻഷി എന്നാണ്. ഇവിടെ എത്തിയിട്ടുണ്ട് ഇവളുടെ അമ്മ. അപ്പോൾ ഇവളുടെ അമ്മ സ്റ്റേ ചെയ്യണ ഹോട്ടലിൽ ഇവളെ കൊണ്ടുപോയി ആക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് കൊണ്ടാക്കുകയാണ് കേട്ടോ. ഇവരിവിടെ എത്തിയപ്പോഴേക്കും നേരമൊക്കെ വെളുത്തു കേട്ടോ. അമ്മേനെ മീറ്റ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുന്നുണ്ടോ എന്ന് നമ്മുടെ ഷാവോനോട് ഇവള് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇല്ല നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവൻ അവൻ്റെ കാറും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. മൂമു ആണെങ്കിൽ നേരെ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അമ്മ ഒറ്റയ്ക്കല്ല, അമ്മയുടെ പുതിയ ഹസ്ബൻഡും അവിടെയുണ്ട്, അതായത് ഇവളുടെ സ്റ്റെപ്പ് ഫാദർ. അമ്മ എന്നിട്ട് അവളോട് പറയാണ്, നിനക്ക് വേണ്ടിയിട്ട് നല്ല സ്കൂളും കാര്യങ്ങളൊക്കെ ക്രിസ് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ അങ്ങോട്ട് ജസ്റ്റ് വന്നാൽ മതി, IELTS ഒക്കെ വേഗം ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി, അവിടെ വന്നിട്ട് എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയാണ്. കേൾക്കുമ്പോൾ മൂമു പറയാണ്, ഞാൻ ഡിസൈഡ് ചെയ്തു, ഞാൻ കാനഡയിലേക്ക് പോകണില്ല എന്ന് പറയുമ്പോൾ അമ്മ, നിനക്ക് കാനഡയിൽ വരണ്ടെങ്കിൽ വേറെ എവിടേക്കാണ് നീ പോണേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മൂമു പറയുന്നുണ്ട്, ഞാൻ വേറെ എവിടെയും പോകുന്നില്ല, ഞാൻ ചൈനയിൽ തന്നെ നമ്മുടെ ആ പഴയ വീട്ടിലാണ് സ്റ്റേ ചെയ്യുന്നത്, ഇവിടെ തന്നെ ഞാൻ പഠിക്കുന്നതെന്ന് പറയാണ്. ഇത് കേട്ട വശം അമ്മ പറയാണ്, ആ പഴയ വീട് ഞാൻ വിൽക്കാൻ പോവാന്ന്. ഇത് മൂന്ന് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അപ്പോൾ മൂന്ന് പറയുന്നുണ്ട്, അതിന് ആ വീടിന് കുഴപ്പമൊന്നുമില്ലല്ലോ, വിൽക്കാൻ വേണ്ടിയിട്ട് നല്ല വീടല്ലേ എന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, ആ വീട് വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് ക്യാഷ് കിട്ടും, മാത്രമല്ല കാനഡയിലാണ് എല്ലാ ബിസിനസ്സും നടക്കുന്നത് ക്രിസിൻ്റെ, അപ്പോൾ ഇവിടെയും അവിടെയായി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് കാനഡയിൽ സെറ്റിൽ ആവാം എന്നാണ്. ഇത് കേൾക്കുമ്പോൾ മൂമു പറയാണ്, അമ്മ എന്തിനാ ഇയാൾ ഫുള്ളായിട്ട് വിശ്വസിക്കുന്നത്, ഇവിടെ ഒരു വീടുള്ളത് നല്ലതല്ലേ, ഒരു ദിവസം അമ്മേനെ ഇയാൾ എന്ന് പറയുമ്പോഴേക്കും ചീറ്റ് ചെയ്താലോ എന്നായിരിക്കും ചിലപ്പോൾ മൂമു പറയാൻ വന്നേ. എന്തായാലും അമ്മ തടയാണ് ഇവളത് പറയുന്നതിന് മുൻപ്. മൂമുവിൻ്റെ സ്റ്റെപ്പ് ഫാദർ ആണെങ്കിൽ മെല്ലെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ പുറത്ത് പോയിട്ടൊരു കാര്യം ചെക്ക് ചെയ്തിട്ട് വരാം, നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവാണ്. അപ്പോൾ സ്റ്റെപ്പ് ഫാദർ പോയതിന് ശേഷം മൂമു അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അമ്മ ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക, ആ വീട് വിൽക്കണ്ട, ഭാവിയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ അങ്കിൾ ക്രിസുമായിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് തിരിച്ചു വരാനൊരു സ്ഥലം വേണ്ടതെന്ന് പറയാണ്. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, നീ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ കാനഡയിൽ സെറ്റിലായാലും ചൈനയിൽ സെറ്റിലായാലും നിനക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാശൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടെന്ന്. ഉമ്മ പറയുന്നുണ്ട്, കാശിൻ്റെ കാര്യം ആലോചിച്ചിട്ടല്ല അമ്മ എനിക്ക് ടെൻഷൻ, ഭാവിയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ വന്ന് നിൽക്കാനൊരു സ്ഥലം വേണ്ടേ എന്ന് പറയാണ്. അമ്മേനെ അങ്ങേര് ചീറ്റ് ചെയ്താലോ എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ അമ്മ പറയാണ്, ഈ ടോപ്പിക്ക് ഇവിടെ വെച്ച് നിർത്തണം, ഇനി മേല ഇങ്ങനൊരു കാര്യം ഇവിടെ സംസാരിച്ച് പോകരുതെന്ന് പറയാണ്. അങ്ങനെ മൂമൂൻ്റെ അടുത്ത് സംസാരിച്ച് പെട്ടെന്ന് ഒന്ന് തല തിരിക്കുമ്പോഴാണ് അമ്മ ദൂരെ നമ്മുടെ ഷാവോ നിൽക്കുന്ന കാണുന്നത്. അപ്പോൾ അമ്മ അങ്ങനെ ചോദിക്കുന്നുണ്ട്, അത് ഷാവോ അല്ലേ, അവനെങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൂമു പറയുന്നുണ്ട്, എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തത് ഷാവോ ആണ്. അപ്പോൾ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അമ്മ പറയാണ്, ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞതാ ഷാവോ ആയിട്ട് നീ മീറ്റ് ചെയ്യാൻ പാടില്ല എന്ന്, പിന്നെ നീ എങ്ങനെ മീറ്റ് ചെയ്തേ,
നിങ്ങൾ തമ്മിൽ ബ്ലഡ് റിലേഷൻ ഒന്നുമില്ല. അവൻ നിന്റെ സ്വന്തം ബ്രദറല്ല. നിങ്ങളിപ്പോൾ പ്രായപൂർത്തിയായ 2 ആൾക്കാരാണ്. മെന്നും വുമണും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. അവനെ പണ്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നത് നിന്റെ അച്ഛനാ. നിന്റെ അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാ ഇവനെ കൊണ്ടുവരണ്ടാന്ന്. അവൻ അത്രയും ബോൾഡായിരുന്നു. എന്നെങ്കിലും ഫ്യൂച്ചറിൽ ഇവൻ ഭയങ്കര ട്രബിളായി മാറുമെന്ന് ഞാൻ അന്നേ നിന്റെ അച്ഛനോട് പറഞ്ഞിരുന്നതാ. അത് പണ്ടും ഷാവോനെ കൊണ്ടുവന്നപ്പോൾ അമ്മയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛൻ ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് ഇവനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയത്. എന്നിട്ട് അമ്മ പറയാണ്, ഇവർ തായ്ലൻഡിൽ പോയതിന് ശേഷവും അവൻ റെഗുലറായിട്ട് വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് നിർബന്ധിച്ചിട്ടാ അവൻ്റെ കോളൊക്കെ നിർത്തിച്ചേന്ന്. അപ്പോഴാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ നായിക അറിയുന്നത് കേട്ടോ. അതായത് അമ്മ പറഞ്ഞിട്ടാണ് അവൻ കോൾ നിർത്തിയത്. അവൻ വിളിച്ചിരുന്നു എന്ന് പോലും ഇവൾക്ക് അറിയില്ലായിരുന്നു. മോമു ആണെങ്കിൽ മുൻപ് കാറിലിരുന്ന് അവനോട് പറഞ്ഞതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. അതായത് ഇവനോട് പറഞ്ഞല്ലോ, എന്നോട് ഇത്ര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരു തവണയെങ്കിലും എനിക്ക് വിളിക്കുമായിരുന്നു എന്നൊക്കെ. അപ്പോൾ അവൻ ശരിക്കും വിളിച്ചിരുന്നു എന്ന് അവൾ റിയലൈസ് ചെയ്യാണ്. മാത്രമല്ല അമ്മ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അവൻ ഒരു തവണ പോലും ഇവളെ കാണാൻ വേണ്ടി വരാതിരുന്നത്. ഈ ഒരു കാര്യം കൂടി അവൾ മനസ്സിലാക്കുകയാണ്. അവനാണെങ്കിൽ ഒരുപാട് വിഷമം വരുന്നുണ്ട് കേട്ടോ. അതേസമയം ഷാവു ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടുന്ന ആ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ഗോൾഡൻ ഹെയറുള്ള ആൾ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഒരു ഫൈറ്റിന് വേണ്ടി തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷാവു പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് ഇതിനുള്ള ടൈമില്ല, നീ പോ, എനിക്ക് ഇതിനുള്ള മൂഡില്ല എന്ന് പറയാണ്. ഷാവു എന്നിട്ട് അവനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ മോമു ആണെങ്കിൽ നമ്മുടെ ഷാവോൻ്റെ വീട്ടിലെത്തിയിട്ടോ. പക്ഷെ അവളുടെ മൈൻഡിൽ ഫുള്ള് ഇന്ന് അമ്മയും ഇവനും പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതായത് ഇവൻ ഒരുപാട് തവണ വിളിച്ചിരുന്നു. മാത്രമല്ല ഇവർ തമ്മിലുള്ള സിബ്ലിങ്സ് അല്ല, അതുകൊണ്ട് അമ്മയാണ് ഇവനോട് വിളിക്കേണ്ടതെന്ന് പറഞ്ഞത്. ആ കാര്യങ്ങളൊക്കെ ഇവളിങ്ങനെ മൈൻഡിൽ റിപ്പീറ്റഡ് ആയിട്ട് ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവൾക്ക് വിഷമം വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആരോസ് എടുത്തിട്ട് എറിഞ്ഞ് കളിക്കുകയാണേ. കളിക്കല്ല, ആലോചനയുടെ ഇടയിൽ ഒന്ന് എറിഞ്ഞു പോയതാണ്. അങ്ങനെ ലാസ്റ്റത്തെ ഒരു ആരോ എറിയുമ്പോൾ കുറച്ച് സ്പീഡിൽ എറിയും. ആ ഒരു സ്പീഡ് കാരണം അതിൻ്റെ പുറകിലുണ്ടായിരുന്ന കുറേ ലെറ്റേഴ്സ് നിലത്തേക്ക് വീഴുകയാണ്. അപ്പോൾ ഇവൾ ഓരോ ലെറ്റേഴ്സും തുറന്ന് നോക്കുമ്പോൾ ഇവളയച്ച എല്ലാ ലെറ്റേഴ്സും തന്നെ ഇവൻ നോക്കിയിട്ടുണ്ട്, ഇവൻ വായിച്ചിട്ടുണ്ട് എന്നതിനുള്ള പ്രൂഫാണ് ഓരോ ലെറ്റേഴ്സിൻ്റെയും ബാക്കിൽ ഇവൻ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ. അതായത് ഇവൾ ചെറിയ കുട്ടിയായിരുന്നു, മിഡിൽ സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് ഒരു മിഡിൽ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ ഒരു കാർട്ടൂൺ പിക്ചർ അവൻ വരച്ചിരുന്നു. ഇവൾ കുറച്ച് വലുതായിട്ടുള്ള ആ ഒരു ലെറ്ററിലൊക്കെ കുറച്ചുകൂടി വലുതായ ഒരു കൊച്ചിൻ്റെ കാർട്ടൂൺ പിക്ചർ അവൻ വരച്ചിരുന്നു. അപ്പോൾ എല്ലാ ലെറ്റേഴ്സും ഇവൻ വായിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ഇവള് ഇത്രയും വർഷം ഇവനെക്കുറിച്ച് ആലോചിച്ചിരുന്നത് പോലെ തന്നെ ഇവനും തിരിച്ച് ഇവളെക്കുറിച്ച് ഡെയിലി ആലോചിച്ചിരുന്നു. ആ ഒരു കാര്യം ഈ ഒരു മൊമെൻറ്റിൽ ഇവൾ മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതൊക്കെ ആലോചിച്ചും അറിഞ്ഞും സങ്കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ നായികനെ കാണിച്ചുകൊണ്ടാണ് ഈ 3rd എപ്പിസോഡ് ഉണ്ടാവുന്നത്.